കോട്ടയത്ത് വിജയം നേടിയതിനു ശേഷം വോട്ടർമാർക്ക് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഫ്രാൻസിസ് ജോർജിൻ്റെ യാത്ര തുടരുകയാണ്. അതിലൊരു വ്യത്യസ്തതയുണ്ട്. ഓട്ടോ ഓടിച്ചാണ് ഈ വോട്ടർമാർക്ക് നന്ദി പറയുന്നത്. അപ്പോൾ ഫ്രാൻസിസ് ജോർജിനെ നമുക്കിപ്പോൾ നിശ്ചയിക്കുകയാണ്. ഇത്തരത്തിൽ വ്യത്യസ്തമായി വോട്ടർമാർക്ക് ഓട്ടോ ഓടിച്ച് നന്ദി പറയാനുള്ള കാര്യം. തെരഞ്ഞെടുപ്പിൽ എൻ്റെ ചിഹ്നം ഓട്ടോറിക്ഷയായിരുന്നു. അപ്പോൾ ഈ ചിഹ്നം തീർച്ചയായിട്ടും ഈ 87,000 വോട്ടുകൾ ഭൂരിപക്ഷം ലഭിച്ചതിൽ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഇടയ്ക്കൊന്ന് ഓട്ടോറിക്ഷ കൂടി ഓടിച്ച് ഈ ഓട്ടോറിക്ഷയ്ക്കും കൂടി ഒരു നന്ദി പറയുകയാണ്. എന്തായാലും ഈ ചിഹ്നം അങ്ങ് നിലനിർത്താനുള്ള പരിപാടിയാണോ? അതേക്കുറിച്ച് ഞങ്ങൾ ഫൈനൽ തീരുമാനം എടുത്തിട്ടില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ ഹൈ പവർ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട് 17-ാം തീയതി രാവിലെ. അന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഞങ്ങൾ തീരുമാനമെടുക്കും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇപ്പോൾ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രതികരണം ഭയങ്കര നല്ല പ്രതികരണമാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് കുറേ കൂടി വ്യക്തമാകുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളിൽ നമുക്ക് പിന്തുണ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ സ്ഥാനാർത്ഥിയുടെ ഒരു മികവൊന്നുമല്ല, സ്ഥാനാർത്ഥിയുടെ കഴിവൊന്നുമല്ല. അത് ഐക്യജനാധിപത്യ മുന്നണിക്കുള്ള അംഗീകാരമാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരും പ്രവർത്തകരും ബൂത്ത് തലം വരെ നടത്തിയ നല്ല പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. അതാണല്ലോ അഭിമന്യ കുർലോസ് തിരുമേനി പറഞ്ഞത്. അത് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് വിധി വന്നതിന് ശേഷം അദ്ദേഹത്തിന് അതേക്കുറിച്ച് ബോധ്യം വന്നിട്ടില്ല. വളരെ നിർഭാഗ്യകരമായി പോയി മുഖ്യമന്ത്രിയുടെ ആ പ്രസ്താവന. അദ്ദേഹം ആ പ്രസ്താവന പിൻവലിച്ച് വാസ്തവത്തിൽ മാപ്പ് പറയുകയാണ് വേണ്ടത്. ഡൽഹിക്ക് പോകുന്നത്? ഡൽഹിക്ക് ഞങ്ങൾ പറഞ്ഞിരുന്നു, ഓട്ടോറിക്ഷയിൽ പറക്കുമെന്ന് പറഞ്ഞിരുന്നു. ഓട്ടോറിക്ഷയുടെ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഫ്ലൈറ്റിലങ്ങ് പോകും. ആശംസകൾ.